ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച ശേഷം തിരുവനന്തപുരത്ത് ഇരുവരും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം സച്ചിൻ തെണ്ടുൽക്കറും മാധ്യമങ്ങളെ കാണുന്നു. ഒപ്പം ഓഹരി പങ്കാളികളാകും എന്ന സൂചനയുള്ള ചലച്ചിത്ര നടന്മാരായ ചിരഞ്ജീവി, നാഗാർജുന എന്നിവർ അടക്കമുള്ളവരും സംബന്ധിക്കുന്നുണ്ട്. Is there any plan to visit the office of the sports minister? I think there is a press conference immediately after this in the hotel. So I think that's happening immediately after this. After this. Then അപ്പോൾ ഇന്ന് നമുക്ക് ആരംഭിക്കാമല്ലോ അല്ലേ? ഇവിടെ ഇപ്പോൾ ബഹുമാന്യരായ സച്ചിൻ ടെണ്ടുൽക്കർ, ചിരഞ്ജീവി, നാഗാർജുന, പിന്നെയുള്ളവർ അരവിന്ദ് പ്രസാദ്, ഇത്രയും ആളുകളുമായി ഇവരെല്ലാമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ പ്രധാനികൾ. ഇവരെല്ലാം കൂടിയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. സച്ചിൻ നേരത്തെ അതിലുണ്ട്, എന്നാൽ മറ്റുള്ളവരെല്ലാം ഇപ്പോൾ അതിനോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഫുട്ബോൾ വികസനത്തിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കേരളത്തിലെ ഫുട്ബോൾ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സമഗ്രമായ ഒരു പദ്ധതിയാണ് ഇവർ രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇളം പ്രായത്തിൽ തന്നെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാഡമി ഇവിടെ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയുണ്ടായി. അത് അവർ പൂർണ്ണമായും സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരം അക്കാദമികൾ ആരംഭിക്കാൻ കഴിയും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടി ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഞങ്ങളൊരു അഭ്യർത്ഥന ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറുടെ മുന്നിൽ വെച്ചു. നമ്മുടെ നാട്ടിൽ മദ്യം, മയക്കുമരുന്ന് ഇതിൻ്റെയെല്ലാം ഉപഭോഗം വല്ലാതെ വർദ്ധിക്കുന്നതുകൊണ്ട് അതിനെതിരെയുള്ള പ്രചരണം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രചരണ പരിപാടികളിൽ ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേര് ഉപയോഗിക്കുന്നതിനുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് അദ്ദേഹം പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തീർത്തും മുക്തനായി നേരത്തെ തന്നെ നിൽക്കുന്ന ഒരാളെന്ന നിലക്ക് സന്തോഷപൂർവ്വം അതുമായി സഹകരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കാമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി എന്നാണ് തോന്നുന്നത്. ബാക്കി കാര്യങ്ങൾ സച്ചിൻ്റെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കേൾക്കാനായിരിക്കും താല്പര്യം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതായിരിക്കും നല്ലത്. പ്ലീസ്. Okay, no problem. Sound problem, no problem. Honorable CM Shri Vijayan, Honorable Ministers, ladies and gentlemen, it's been a pleasure to be here again. Each time I come to Kerala, it fills me up with love and affection, so thank you very much for that. Today, on behalf of Kerala Blasters, I would like to
make an announcement that there are 4 more co-owners of the club, and we had sort of planned that we would make Kerala Blasters a vibrant team owners, and obviously there is a lot of planning happening with as far as the team is concerned. But the reason for us to be here and meet the Honorable CM was to make him meet the co-owners and discuss a way forward where the youngsters can benefit, and something which we've been doing for last couple of years at a grassroots level. We've been working with 40 schools, but we understand the interest levels are really high, and we need to go way beyond that, and we requested sir for his and his team's help and guidance, and they have graciously agreed to back us and support us for the betterment of sportsmen, the young budding stars from Kerala. And the vision is to have an academy, a residential academy where youngsters can chase their dreams, and we've experienced the interest levels for last 2 years, and then we want to take it to the next level, and that can only happen with better infrastructure and planning. I'm sure the journey has begun. We've already started this discussion, but to be able to create that interest level and generate 100 top class footballers in the next 5 years is our vision, and hopefully not just us, but with your support also, we should be able to have a reason to smile in the next few years. And I just hope that Kerala Blasters continue to generate interest and inspire more and more youngsters to be involved with sport. Once again, thank you very much for having us here, and sir, thank you very much for your good wishes. നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. അല്ല, ആ കാര്യം ഇപ്പം അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു, അതിന് സഹകരിക്കാമെന്ന് അദ്ദേഹം വാഗ്ദത്തം ചെയ്തു. ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിക്കാം. Thank you so much. ടീമിനെ സജ്ജമാക്കാനുമുള്ള മുന്നൊരുക്കങ്ങൾക്കായി സഹ ഉടമയും ടീം അംബാസഡറുമായ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുമായി അദ്ദേഹം നിലവിൽ കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും പ്രധാനമായ ചില തീരുമാനങ്ങൾ ഇക്കാര്യത്തിലുണ്ടായി. വിപുലമായ പദ്ധതികളാണ് ഇക്കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി, ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിലെ ഫുട്ബോളിനെ വളർത്താൻ ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി ഉണ്ടാകണം എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അഭ്യർത്ഥനയുണ്ടായി. അത് അദ്ദേഹം നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഗുഡ്വിൽ അംബാസഡർ ആകാനും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് തീരുമാനങ്ങൾ എന്താണ് എന്ന് അറിയാൻ ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന് എസ് ജീവൻകുമാർ. ജീവൻ കൂട്ടിച്ചേർക്കാം പുതിയ കാര്യങ്ങൾ. അരുൺ, വളരെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ ക്രിയാത്മകമായ ചർച്ചകളാണ് ഈ കാര്യത്തിൽ നടന്നത്. ഫുട്ബോൾ വികസനത്തിന് വേണ്ടിയുള്ള ചർച്ചകളാണ് നടന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കലാണ് ലക്ഷ്യം.
ഫുട്ബോൾ അക്കാദമി, ഒരു റെസിഡൻഷ്യൽ അക്കാദമി തുടങ്ങുന്നതിനായി ഈ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപഭോഗത്തിനെതിരായ പ്രചരണത്തിൽ സച്ചിന്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി ഒരു പുതിയ സംവിധാനം നിലവിൽ വരും. എന്നാൽ അത് അദ്ദേഹം ഗുഡ്വിൽ അംബാസിഡർ ആണോ എന്നത് സച്ചിനുമായുള്ള ചർച്ചകൾക്ക് ശേഷം പറയാമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. സച്ചിൻ മറുപടി പറഞ്ഞുകൊണ്ട് സച്ചിനും സംസാരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാവിധമായ പിന്തുണയും സഹായവും താൻ അഭ്യർത്ഥിച്ചു. 5 വർഷത്തിനകം 100-ൽ പരം ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സിനെ വാർത്തെടുക്കലാണ് തന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നും സച്ചിൻ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുകയുണ്ടായാലും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെലുങ്ക് ചലച്ചിത്ര നടന്മാരായ ചിരഞ്ജീവി ഒപ്പം നാഗാർജുന അടക്കമുള്ളവർ പങ്കെടുത്തിരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. കൂടെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന ഇക്കാര്യത്തിൽ? നേരത്തെ അല്ലു അരവിന്ദ്, വ്യവസായി നിഗമാനന്ദ പ്രസാദ് അടക്കമുള്ളവർ സഹ ഉടമകളാകും എന്ന കാര്യത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടോ ജീവൻ? ഇത് സംബന്ധിച്ച് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ധാരണ ഇപ്രകാരമാണ്. നാഗാർജുന, ചിരഞ്ജീവി, അരവിന്ദ് പ്രസാദ് എന്നിവരായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. ഇതിൽ ഓഹരി ഉടമകളാകാം എന്ന് ഇവർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സമ്മതിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.